ദേവന്മാർ മഹാബലിയെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. അതിനായി ബ്രഹ്മാവിനെയും സരസ്വതി ദേവിയെയും യമധർമ്മനെയും നിയോഗിക്കുന്നു. നാരായണ നാരായണ ഹരി ഹരി. ശ്രീമന്നാരായണ നാരായണ ഹരി. ഗുരുദേവ, സാമന്തന്മാരെ, ഇന്ന് നമ്മുടെ പൗത്രനായ മഹാബലിയുടെ പിറന്നാളും രാജ്യഭാരം കയ്യേറ്റതിന്റെ 24ാം വാർഷികവും ഒരുമിച്ച് കൊണ്ടാടുന്നു. പിതാമഹൻ എന്ന നിലയിൽ വ്യക്തിപരമായും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും മഹാബലിക്ക് നാം ആയുരാരോഗ്യം നേരുന്നു. പ്രജാക്ഷേമ തൽപരനും നീതിമാനും ധർമ്മിഷ്ഠനുമായ മഹാബലിയുടെ ഭരണം അസുരലോകത്തെ സ്വർഗത്തെ പോലെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ധീംതാന ധീംതാന ധിരനാന ധീന. ധീംതാന ധീംതാന ധിരനാന ധീന. ധീംതാന ധീംതാന ധിരനാന ധീന. ധീംതാന ധീംതാന ധിരനാന ധീര ധിരനാ. സജം സജം തനദാന ധീരനാ. സജം സജം തനദാന ധീരനാ. തകിടതോം തകിടതോം തകതിനിതോം തോ. തകിടതോം തകിടതോം തകതിനിതോം തോ. ധീം തനനാദ്ര ധീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്ര ധീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്ര ധീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്ര ധീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്രദീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്രദീം തന ധീരന ധിരന തില്ലന തന ധിരന ധീം തനനാദ്രദീം തന ധീരന.
അല്ലയോ സ്ത്രീയെ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തു വേണം? മഹാനായ അവിടുത്തെ രാജ്യത്തിലേക്ക് അയൽ രാജ്യത്തു നിന്ന് ഞാനും എന്റെ ഭർത്താവും വരികയായിരുന്നു. അതിർത്തിയിലെ മലയോരത്ത് വെച്ച് ഒരു ഭൂതം എന്റെ ഭർത്താവിനെ പിടിച്ചു. ഭൂതമോ? അതേ തിരുമേനി, എന്റെ ഭർത്താവിനെ രക്ഷിച്ചില്ലെങ്കിൽ അടിയൻ വിധവയാകും. ആശ്വസിക്കൂ, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ മോചിപ്പിച്ചു തരാം. പ്രഭു, ഞാൻ പോകാം. വീണ്ടും ഈ നല്ലൊരു ദിവസം കൊട്ടാരം വിട്ടുപോകുന്നത് ശരിയാണോ മഹാബലി? ബാണൻ പോവട്ടെ. ക്ഷമിക്കണം ഗുരുദേവ. ഭർത്താവിനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഒരു സ്ത്രീ നമ്മുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അവളുടെ മംഗല്യസൂത്രം അറ്റുപോകാതെ കാത്തുസൂക്ഷിക്കാനുള്ള കടമ രാജാവായ നമുക്കുള്ളതാണ്. അതുകൊണ്ട് നാം തന്നെ പുറപ്പെടുകയാണ്. മഹാബലി, ആ ദിവ്യ കവചം ധരിച്ചു കൊണ്ടുപോകൂ. ആ ദിവ്യ കവചം എല്ലാ ആപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. പിതാമഹ, ഞാൻ യുദ്ധത്തിനല്ല, സമാധാനത്തിനാണ് പോകുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഈ സ്ത്രീയുടെ സങ്കടത്തിന് പരിഹാരം കണ്ടെത്താൻ. അതിനുവേണ്ടി ഒരു കവചവും എനിക്ക് ആവശ്യമില്ല. വരൂ, പോകാം. ഈ പാവത്തിനെ ആരാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? ഞാനാണ് ഇവനെ കിട്ടിയിട്ടിരിക്കുന്നത്. എന്തിന്? എന്റെ വിശപ്പ് മാറ്റാൻ. ഞാൻ മഹാബലി ചക്രവർത്തിയാണ്. നീ ഇവനെ നിന്റെ ആഹാരമാക്കിയാൽ ഇവന്റെ ഭാര്യ വിധവായി പോകും. അശരണയായ ഒരു സ്ത്രീയെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഇവനെ മോചിപ്പിക്കുക. പ്രഭു, ഞാനും അവിടുത്തെ പ്രജയാണ്. എന്റെ വിശപ്പടക്കാൻ ഞാൻ തേടിപ്പിടിച്ച ഇരയാണിവൻ. ഇവനെ മോചിപ്പിച്ചിട്ട് ഞാൻ വിശന്നു മരിക്കണമെന്നാണോ അങ്ങ് കൽപ്പിക്കുന്നത്? ഇതാണോ രാജധർമ്മം? നിനക്ക് വിശപ്പടക്കാൻ ഒരു മനുഷ്യനല്ലേ ആവശ്യം? നീ ഇവനെ അഴിച്ചുവിട്ട ഞാൻ നിനക്കിരയായി തീരാം. അരുത് പ്രഭോ, അങ്ങ് അസുരവംശത്തിന്റെ കാണപ്പെട്ട ദൈവമാണ്. അങ്ങയുടെ ജീവൻ അനേക കോടി പ്രജകളുടെ ക്ഷേമത്തിന് ആവശ്യമാണ്. നിസ്സാരനായ ഞാൻ ഭൂതത്തിന് ഇരയായിക്കൊള്ളാം. ഞാനൊരു രാജാവാണ്. ഇതെന്റെ ധർമ്മമാണ്. എനിക്ക് എന്റെ രാജധർമ്മം പാലിക്കണം. നീ എന്നെ കൊന്നു ഭക്ഷിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ മോചിപ്പിച്ച് അയാളുടെ ഭാര്യയുടെ ഒപ്പം അയച്ചാലും. നാരായണ
നാരദ മഹർഷിയോ? ഞാൻ മാത്രമല്ലല്ലോ, ബ്രഹ്മദേവനും സരസ്വതിയും യമധർമ്മനും എല്ലാവരും ഉണ്ടല്ലോ. ഇതെന്താണ് എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മഹാബലി, ഇതൊരു പരീക്ഷണമായിരുന്നു. പരീക്ഷണമോ? അതെ, ഭഗവാൻ മഹാവിഷ്ണു അങ്ങയോട് പ്രത്യേക പ്രതിപത്തി കാണിക്കുന്നുവെന്ന് ദേവപ്രധാനികൾക്ക് പരാതി. അതേപ്പറ്റി ഒരു സംവാദം നടന്നു വൈകുണ്ഠത്തിൽ. ആ പരീക്ഷണത്തിൽ അങ്ങ് വിജയിക്കുകയും ചെയ്തു. ഇത്രയ്ക്ക് ധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തി ഇന്ദ്രലോകത്തിന് അധിപതിയായി തീരാൻ അർഹനാണ്. ദേവന്മാരെ, ഈ ഉള്ളവന് ഇന്ദ്രപദവി വേണ്ട. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാദധൂളി ശിരസിൽ വഹിച്ച് പ്രജകളുടെ ക്ഷേമം തേടി ധർമ്മപരിപാലനം നടത്തിയാൽ മാത്രം മതി. ഇന്ദ്രപദവി അങ്ങേക്ക് മോഹമില്ലെങ്കിലും അച്ഛനെ ആ സ്ഥാനത്തെത്തിക്കണമെന്ന് അങ്ങയുടെ മകനായ ബാണന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടിയായിരിക്കും ബാണൻ തപസ് ചെയ്ത് ശിവപരമാത്മാവിനെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആ മഹനീയ പദവി അർഹനായ അങ്ങേക്ക് കൈവരട്ടെ. നാരായണ നാരായണ ഹരി ഹരി. ശ്രീമന്നാരായണ നാരായണ ഹരി ഹരി. Story.
നാരദ മഹർഷി, വന്നാലും വന്നാലും. മഹർഷി എന്താ പതിവില്ലാതെ ഈ സമയത്ത്? ത്രിലോക സഞ്ചാരിയായ നമുക്ക് സമയവും സന്ദർഭവും നോക്കേണ്ട കാര്യമുണ്ടോ? ഭൂമിയിലെ പ്രയാണത്തിനിടയിൽ മഹാബലിയുടെ ജന്മദിനം അത്യാഡംബരപൂർവം ആഘോഷിക്കുന്നത് നാം കണ്ടു. എന്തൊരാവേശം, എന്തൊരാതിഥ്യം! ബുദ്ധിയില്ലാത്ത അസുരഗണങ്ങളുടെ കാര്യമാണോ മഹർഷി പറയുന്നത്? ജന്മദിനത്തിന്റെ പേരിൽ സ്വന്തം മാഹാത്മ്യം പ്രകടിപ്പിക്കാൻ മഹാബലി ഭണ്ഡാരത്തിൽ നിന്ന് വാരി കോരി ചെലവിട്ട് കാണും. ഏതെങ്കിലും ഒരു അസുരൻ ഇതൊക്കെ ചോദിക്കാൻ ധൈര്യപ്പെടുമോ? എന്തായാലും ഓരോ ജന്മദിനം കഴിയും തോറും ബലിയുടെ മാഹാത്മ്യവും പ്രശസ്തിയും സ്വർണധ്വജം പോലെ ആകാശത്തിലേക്ക് ഉയർന്നുയർന്നു വരികയാണ്. പക്ഷേ ഇന്ദ്രലോകം വളരെ വളരെ ഉയരത്തിലാണല്ലോ. മഹർഷി, ആ പറഞ്ഞതിൽ എന്തോ ദുസൂചനയുണ്ടല്ലോ. നാരായണ, ദുസൂചനയോ? നാം മറ്റൊന്നും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അതല്ല, എന്തോ ഉണ്ട്. ബ്രഹ്മപുത്ര, സപ്തർഷികളിൽ പ്രമുഖനായ അങ്ങ് എന്നും നമ്മുടെ നന്മയെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലും. അങ്ങ് അറിഞ്ഞില്ലായിരിക്കും. വൈകുണ്ഠവാസികൾ ഇന്ന് മഹാബലിക്ക് മംഗളങ്ങൾ നേർന്നു, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതിന് നമുക്കെന്ത്? മഹാബലി ഇന്ദ്രപദവിയിലെത്തട്ടെ എന്നാണ് അവർ ആശംസിച്ചത്. എന്ത്? ദേവപ്രധാനികളുടെ ആശംസയല്ലേ? അങ്ങയുടെ കഷ്ടകാലത്തിന് ഗുളികൻ നാവിൽ നിൽക്കുമ്പോഴാണ് അവരത് ഉച്ചരിച്ചതെങ്കിൽ മഹാബലി ഇന്ദ്രലോകത്തിന് അധിപതിയായി തീരുമെന്നോ? എന്തുകൊണ്ട് പാടില്ല? വിധി എന്ന വിപത്തിൽ നിന്നും നാം ആരും വിമുക്തരല്ല. ഈ സിംഹാസനം നഷ്ടപ്പെട്ടാൽ ഗഗനമാർഗത്തിലൂടെ അങ്ങ് ത്രിശങ്കുവിനെ പോലെ അലഞ്ഞു തിരിയുന്നത് കാണേണ്ടി വരുമല്ലോ എന്നാണ് നമ്മുടെ ദുഃഖം. ഇല്ല, അങ്ങനൊരു കാലമുണ്ടാകില്ല. മഹാബലിയുടെ വാഴ്ച നാം ഇന്ന് അവസാനിപ്പിക്കും. ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇന്ദ്രസ്ഥാനം സംരക്ഷിക്കുന്ന കാര്യത്തിന് ആരോട് ആലോചിക്കണം? മഹാബലിയെ സംഹരിക്കുക മാത്രമേ അതിനൊരു പോം വഴിയുള്ളൂ. പ്രജകളുടെ കാണപ്പെട്ട ദൈവമാണ് മഹാബലി. ആ രാജ്യത്ത് ചെന്ന് ബലിയെ സംഹരിക്കാൻ ഒരുങ്ങിയാൽ ഒരു പ്രളയം പോലെ പ്രജകൾ ആഞ്ഞടിക്കും. അവർ ദേവലോകം തന്നെ തകർത്തുവെന്നു വരും. ത്രികാലജ്ഞാനിയായ മഹർഷി, എന്റെ പദവി നിലനിർത്താൻ എന്തു ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാലും. ദേവേന്ദ്ര, രാജ്യത്തിന്റെ സുഭിക്ഷതയിൽ മതിമറന്നു കഴിയുന്ന ജനങ്ങളെ മഹാബലിക്കും ബാണനുമെതിരായി തിരിച്ചുവിടാമോ? എങ്ങനെ? ഇന്ദ്രൻ മേഘാധിപതിയാണ്. വായുവും വരുണനും അഗ്നിയുമെല്ലാം ആജ്ഞാനുവർത്തികളായി അരികിൽ തന്നെയുണ്ട്. അതിവേനലും അനാവൃഷ്ടിയുമായി ആ രാജ്യത്ത് ആഞ്ഞടിക്കാൻ അവരോട് ആജ്ഞാപിക്കൂ. പ്രജകൾ മഹാബലിക്കും ബാണനുമെതിരായി ശബ്ദമുയർത്തും. അവർ രാജ്യഭ്രഷ്ടരാക്കപ്പെടും. അങ്ങനെ ദേവേന്ദ്രന്റെ സിംഹാസനം അഭംഗുരമായി അനശ്വരമായി നിലനിൽക്കും. വായു വരുണാദി ദേവന്മാരെ, അതാ മഹാബലിയുടെ ഫലഭൂയിഷ്ടമായ രാജ്യം. നിങ്ങൾ ചൂടും കൊടുങ്കാറ്റും അയച്ച് രാജ്യത്ത് വരൾച്ചയും ജലക്ഷാമവും വരുത്തൂ.
പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങളുടെ സങ്കടങ്ങൾ, പരിഭ്രാന്തമായ നിങ്ങളുടെ മുഖങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. രാജ്യം ഒരു കൊടും വരൾച്ചയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. ജലക്ഷാമവും കൃഷിപ്പിഴയും നിങ്ങളെ ദുഃഖിതരാക്കിയിരിക്കുന്നു. ഈ ഗുരുതരാവസ്ഥയിൽ നിന്നും മുക്തിയല്ലാതെ മരണമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. മഹാബലി, ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മഹാവിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും പ്രകൃതിയുടെ വിക്രിയകളാണ്. ഓരോ കെടുതിക്കും ആ പാദങ്ങളിൽ ചെന്നു വീഴുന്നത് അനുചിതമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിലും ക്ഷാമവും ദുരവസ്ഥകളും ഉണ്ടായിട്ടില്ലേ? അവരൊക്കെ അപ്പോൾ വിഷ്ണുവാദങ്ങളെയാണോ അഭയം തേടിയിട്ടുള്ളത്? എന്റെ പ്രജകളുടെ സങ്കട നിവാരണത്തിന് ഉചിതമെന്ന് തോന്നുന്നത് ഉടനെ ചെയ്യണം. സത്യപാല, കൊട്ടാര നിലവറകളും ഭണ്ഡാരവും തുറന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള ധാന്യങ്ങളും പണവും വിതരണം ചെയ്യൂ. ഏതു പരിതസ്ഥിതിയിലും ഈ രാജ്യത്ത് ഒരു പൗരനും പട്ടിണി കിടന്നുകൂടാ. ഉത്തരവ്. പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകൂ. കൊട്ടാരത്തിൽ നിന്ന് ധാന്യവും പണവും നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നതായിരിക്കും. നല്ല മഴ പെയ്യേണ്ട സമയം. പക്ഷേ ആകാശത്തൊരു കാർമേഘശകലം പോലും കാണുന്നില്ല. മഹാബലി, നീ രാജ്യഭാരം കൈയേറ്റതിനു ശേഷം ഇങ്ങനൊരു വരൾച്ച ഉണ്ടായിട്ടേയില്ല. എന്താണ് അതിന് കാരണം? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ കരുണാമയൻ നമ്മളെ കൈവിടുകയില്ലെന്നാണ് നമ്മുടെ ആത്മവിശ്വാസം. നാരദ മഹർഷി, വന്നാലും എന്താണ് പിതാമഹനും പൗത്രനും വിഷണ്ണരായിരിക്കുന്നത്? അങ്ങ് ഈ രാജ്യത്തെ വിശേഷം ഒന്നും അറിയുന്നില്ല. വരൾച്ചയുടെ കാര്യമാണോ? അതേ മഹർഷി. ജലാശയങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കുന്നു. വയലുകളെല്ലാം കരിഞ്ഞുണങ്ങി. നാരായണ, ഇതിൽ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? മേഘാധിപതിയായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തൂ. നിമിഷങ്ങൾക്കകം മഴ കോരിച്ചുരിയും. മഹർഷേ, നാം എന്താണ് ചെയ്യേണ്ടത്? കൽപ്പിച്ചാലും. കൊട്ടാരവാതുക്കൽ ഒരു ഇന്ദ്രവിഗ്രഹം പ്രതിഷ്ഠിച്ച് ഇന്ദ്രപൂജ നടത്തൂ. ഫലപ്രാപ്തി നിശ്ചയം. ഭൂമിയിലെ വരൾച്ച ദേവലോകത്തും ബാധിച്ചോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ദേവേന്ദ്ര, ദേവേന്ദ്ര, ഇന്ദ്ര. നാരദ മഹർഷി, നാരായണ
നാരായണ. പ്രജകൾ മഹാബലിയെ തേജോവധം ചെയ്യുന്ന വാർത്തയുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. നാം അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നടക്കുന്നത് എന്താണെന്ന് കണ്ടാലോ? അതാ നോക്കൂ. അവർ നമുക്ക് പാദപൂജ നടത്തുന്നല്ലോ. നാരായണ. മഹാബലി അങ്ങയുടെ ശത്രുവല്ല, മിത്രമാണ്. പ്രഭു, ആ രാജ്യത്ത് വരൾച്ച വരുത്തി വിന ചേർത്തത് കഷ്ടമായി പോയി. ഇന്ദ്രാണി പറഞ്ഞതാണ് സത്യം. മഹർഷേ, അങ്ങ് തന്നെയല്ലേ രാജ്യത്തെ വരൾച്ചയിലേക്ക് നയിക്കാൻ ഉപദേശിച്ചത്? ശരിയാണ്. പക്ഷേ മഹാബലിയും പ്രജകളും ഈ പാദപൂജയ്ക്ക് തയ്യാറാകുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും ഇനി നോക്കി നിൽക്കുന്നത് ധർമ്മമല്ല. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്നും രാജ്യത്തെ ഉടനെ മോചിപ്പിക്കണം. ഇന്ദ്രാണി, പാദങ്ങളിൽ വീഴുന്നവരെ ഇന്ദ്രൻ ഇന്നുവരെ പരിത്യജിച്ചിട്ടില്ല. വരുണ, അഗ്നി, വായു. പ്രഭു, കൽപ്പിച്ചാലും. പോകൂ മഹാബലിയുടെ രാജ്യത്തേക്ക്. വർഷപാതവുമായി ഇറങ്ങിച്ചെല്ലൂ. ജലാശയങ്ങൾ നിറയ്ക്കൂ. വയലേലകൾക്ക് ഹരിതാഭ പകരൂ. രാജ്യത്തെ സമ്പുഷ്ടമാക്കൂ. പോകൂ. ഈ കൊട്ടാരത്തിൽ ഇന്ദ്രപൂജയോ? പ്രഭു, എന്താണ് സത്യബാല? യുവരാജാവ് ഇന്ദ്രപൂജ തടസ്സപ്പെടുത്തി ഇന്ദ്രവിഗ്രഹം തകർത്തു. കൊട്ടാരവാതുക്കൽ നിന്ന് പ്രാർത്ഥനാ നിരതരായിരുന്ന ജനങ്ങളെ ആട്ടിപ്പായിച്ചു. പ്രഭോ, ബാണൻ ഇത്ര ധിക്കാരമോ? ബാണ, ഉണങ്ങി വരണ്ട ഈ ഭൂമിയെ ഇന്ദ്രദേവൻ പ്രസാദിച്ച് മഴ കൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തോട് ആദരവും നന്ദിയും കാണിക്കേണ്ട നീ അഹങ്കാരം കാണിക്കുന്നു. ഇവനെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ ദാഹജലം പോലും കൊടുക്കരുത്. പ്രഭു, അങ്ങേക്ക് എന്റെ കൈകളെയെ ബന്ധിക്കാനാവും. പക്ഷേ എന്റെ മനസ്സിനെ ബന്ധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കൊണ്ടുപോ എന്റെ മുൻപിൽ നിന്ന്. ദേവാധിദേവ, അടിയന്റെ മകന്റെ അവിവേകം ക്ഷമിക്കണമേ. അവനു വേണ്ടി അടിയൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അനുഭവിച്ചേ മതിയാകൂ. ബാണൻ യുവരാജാവാണ്. അതുകൊണ്ട് അവൻ എന്തും ചെയ്യാമെന്നോ? പ്രഭു, ഈ പ്രാവശ്യത്തേക്ക് ഒരു മാപ്പ്. സാധ്യമല്ല വിന്ധ്യാവലി. നീ കാരാഗ്രഹത്തിൽ പോയി അവനെ കണ്ടതുപോലും തെറ്റായിപ്പോയി. രാജനീതി പരിപാലിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യത്തിനായി ഇനി എന്നെ അലട്ടരുത്. പ്രഭു, അടിയൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. യുവരാജാവിന് മാപ്പ് കൊടുത്ത് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം.
നന്ദിനി, എഴുന്നേൽക്കൂ. ഇതൊഴിച്ച് നീ എന്തു ചോദിച്ചാലും നാം സാധിച്ചു തരാം. ഇതൊഴിച്ച് മറ്റൊന്നും അടിയന് വേണ്ട പ്രഭു. സാധ്യമല്ല, സാധ്യമല്ല. പ്രഭു, അച്ഛൻ നഷ്ടപ്പെട്ട ഈ അനാഥയെ അങ്ങ് മഹാറാണിയുടെ കൈകളിൽ പിടിച്ചേൽപ്പിച്ച ദിവസം ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്ന് അടിയനൊരു വാക്ക് തന്നു, ഏതാഗ്രഹവും സാധിച്ചു തരാമെന്ന്. നന്ദിനി, എന്ത് ത്യാഗം സഹിച്ചും വാക്ക് പാലിക്കുന്ന അങ്ങയോട് അടിയൻ അപേക്ഷിക്കുകയാണ്, യുവരാജാവിന് മാപ്പ് നൽകി കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. ഇന്നു മുതൽ ഞാനും വിന്ധ്യാവലിയും നിന്റെ രക്ഷകരാണ്. നിന്റെ ഏതാഗ്രഹവും ഞങ്ങൾ സാധിച്ചു തരും. നീ നമ്മെ തോൽപ്പിച്ചു കളഞ്ഞു. വരൂ. കാവൽക്കാരൻ ജയ്തുവിന്റെ പുത്രിയായ നന്ദിനിക്ക് നൽകിയ വാക്ക് പാലിക്കുവാനായി മഹാബലി ബാണനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. തന്റെ സിംഹാസനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം അസുരന്മാരുടെ സഹായത്തോടെ പാലാഴി കടയുന്നു. അങ്ങനെ കിട്ടിയ അമൃതസൂത്രത്തിൽ കൈക്കലാക്കി ഭുജിച്ച് ദേവന്മാർ അമരന്മാരാകുന്നു. പ്രഭോ, രാജാവ് പ്രത്യക്ഷ ദൈവമെന്ന് വിശ്വസിക്കുന്ന അങ്ങയുടെ പ്രജകൾ മുഴുവൻ പാലാഴി മദനം കഴിഞ്ഞ് തളർന്ന് മടങ്ങി എത്തിയിരിക്കുന്നു. ദേവന്മാർ നമ്മളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? അവിടെ നടക്കുന്നത് എന്തെന്ന് അറിയിക്കാൻ നിയോഗിച്ച രാഹുവിനോട് പോലും അവർ പകവീട്ടി. ക്ഷമിക്കണം പ്രഭോ, ഇതുകൊണ്ട് നാം എന്ത് നേടി? ഉദാത്തന്മാരായ ദേവന്മാരെക്കാൾ ഉത്തമന്മാരാണ് അസുരന്മാരെന്ന് നാളത്തെ തലമുറ പറയും. അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രഭോ, അമൃതം പൂജിച്ച് മരണത്തിൽ നിന്ന് മുക്തരായ ദേവന്മാരെക്കാൾ ശക്തരാണ് നാം എന്ന് ഇനിയെങ്കിലും തെളിയിക്കണം. ഒരു ദേവാസുര യുദ്ധമാണോ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്? അല്ല, 12 വർഷം ദീർഘിക്കുന്ന ഒരു മഹായാഗം. ആ യാഗത്തിലൂടെ അസുരവംശം രക്ഷ നേടുകയും അങ്ങേക്ക് ഇന്ദ്രപദവി കൈവരികയും ചെയ്യും. പ്രഭോ, കൂടുതലൊന്നും ഇനി ആലോചിക്കാനില്ല. നമ്മളെ ചതിച്ച ദേവന്മാരോട് പകവീട്ടാൻ ഇതാണ് ഉത്തമമായ മാർഗം. ജന്മാന്തരങ്ങളിലൂടെ കർമ്മവശാൽ ഭവിച്ച വിഷാദങ്ങൾക്ക് വൈരാഗ്യമരുത്. വിധിവശാൽ വരുന്നതൊക്കെ അനുഭവിച്ചേ തീരൂ. രാഹുവിന് ഭഗവാൻ മഹാവിഷ്ണു മോക്ഷപ്രാപ്തി നൽകുകയാണുണ്ടായത്. മറ്റേത് അസുരന് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ഇനിയും ദേവപക്ഷത്തോട് കൂറുപുലർത്തി നിൽക്കാനാണ് അച്ഛന്റെയും പ്രപിതാമഹന്റെയും ഭാവമെങ്കിൽ ഞാനും എന്റെ ഭാര്യയും ഈ കൊട്ടാരം വിട്ടു പോവുകയായി. തലമുറകളായി അസുരവംശത്തിന്റെ ആചാര്യസ്ഥാനം വഹിച്ച ഞാനും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. സമാധാനിക്കൂ, സമാധാനിക്കൂ. നാരായണ നാരായണ. ഇവിടെ ഒരു കലഹത്തിന്റെ ലക്ഷണം കാണുന്നല്ലോ. മഹർഷി, വന്നാലും ആസനസ്ഥനായാലും നാരായണ. എന്താണ് തലമുറകൾ തമ്മിൽ സംഘട്ടനം? മഹാമഹർഷേ, സത്കർമ്മങ്ങൾ മാത്രം ചെയ്ത എനിക്ക് ഇതുപോലൊരു ദുരവസ്ഥ വേണോ? രാജ്യഭാരം കൈയാളാനുള്ള യുവരാജാവാണ് എന്റെ പുത്രൻ ബാണൻ. ഇതൊക്കെ കാത്തുസൂക്ഷിക്കേണ്ട രാജഗുരുവാണ് ശുക്രാചാര്യർ. അവർ ഇരുവരും എന്നെ വിട്ടുപോകുന്നു. ഞാൻ സമാധാനം കാക്ഷിക്കുന്നു എന്ന ഒറ്റക്കുറ്റം കൊണ്ട് മാത്രം. അങ്ങ് സമാധാനം കാക്ഷിക്കുന്നതിൽ ആർക്കും എതിരില്ല. പക്ഷെ അതിന്റെ പേരിൽ പ്രപിതാമഹൻ അങ്ങേ വെറും ഒരു പാറയാക്കി തീർത്തിരിക്കുകയാണ്. സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെട്ട് വയോധികനായ രാജശ്രേഷ്ഠൻ ഭരണാധികാരിയായ അങ്ങയെ ദുർബലനാക്കുകയാണ്. എല്ലാ കർമ്മങ്ങൾക്കും പ്രായപരിധിയുണ്ട്. ജരാനരകൾ ബാധിച്ചാലും അധികാരത്തിന്റെ കടി ഞാൻ വിടില്ല എന്ന് ചടിച്ചാൽ നാളത്തെ തലമുറ എന്തു ചെയ്യും? അങ്ങയുടെ ഈ ദിവ്യ കവചമാണ് ഞങ്ങളെ രക്ഷിക്കുന്നതെന്ന് അങ്ങ് കരുതുന്നു. അതിന്റെ പേരിൽ ഇനി ഞങ്ങളെ അടിമകളാക്കിക്കൂടാ. ഈ കഞ്ചുകം എനിക്കിനി ആവശ്യമില്ല. ഇതാ സദയം തിരിച്ചെടുത്താൽ. ബാണ, കുമാര, നീ എന്റെ കണ്ണ് തുറപ്പിച്ചു. വയോവൃദ്ധനായ ഞാൻ രാജ്യകാര്യങ്ങളിൽ തലയിടാതെ എന്നോ ഒതുങ്ങേണ്ടതായിരുന്നു. ഇനി ഞാൻ നിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കില്ല.
പോകുന്നു. വിട, സർവരോടും വിട. മഹാബലി, സമാധാനിക്കൂ. യുദ്ധമില്ലാതെ തന്നെ പുത്രന്റെ ആഗ്രഹം നിറവേറ്റു. മഹർഷേ, അടിയൻ ആ പദവി ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ ക്ഷേമവും അതുവഴി നാരായണ പാദത്തിൽ പരമനിർവൃതിയും മാത്രമാണ് അടിയന്റെ ലക്ഷ്യം. നാരായണ, പിതാവിനെ ഇന്ദ്രപദവിയിലെത്തിക്കണമെന്ന് പുത്രൻ ആഗ്രഹിക്കുന്നു. ഇനി അവനെ തടസ്സപ്പെടുത്തരുത്. മഹായാഗത്തിന് അനുമതി നൽകൂ. അവിടുത്തെ ഇഷ്ടം. നാരായണ നാരായണ. സത്യപാല, അടിയൻ 12 വർഷം നീണ്ടു നിൽക്കുന്ന മഹായാഗത്തിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യൂ. അടിയൻ. ഭഗവാനെ, അടിയൻ യാഗശാലയിലേക്ക് പുറപ്പെടുന്നു. ആചാര്യന്റെയും പുത്രന്റെയും സമാധാനത്തിനായി ഈ യാഗം നടത്താൻ അടിയൻ നിർബന്ധിതനായി. പ്രജകളെ കൈവെടിഞ്ഞുള്ള ഒരു പദവിയും അടിയൻ മോഹിക്കുന്നില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങനെ ഒരു ദൗർഭാഗ്യം വരുന്നതിന് മുൻപ് അവിടുത്തെ പാദങ്ങളിൽ അടിയനെ ചേർക്കണം. മാത്രം അവകാശപ്പെട്ട ഇന്ദ്രലോകത്തിന് അധിപതിയായി തീരും. ദേവേന്ദ്ര, മഹായാഗങ്ങളുടെ സദ്ഫലങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമോ? ഭഗവാനെ, യുഗയുഗങ്ങളായി അടിയന്റെ ചെങ്കോലും കിരീടവും അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. അമൃത് തന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഈ ആവൽ സന്ധ്യയിൽ നിന്നുകൂടി അടിയനെ രക്ഷിക്കണം. നാം ധർമ്മസങ്കടത്തിലായല്ലോ. ഒരു ഭാഗത്ത് പരമഭക്തനായ മഹാബലി, മറുഭാഗത്ത് ആശ്രിതരിൽ പ്രമുഖനായ ദേവേന്ദ്രൻ. നാം ആരെ സഹായിക്കണം? ആരെ രക്ഷിക്കണം? ദേവേന്ദ്ര, നമ്മുടെ 5ാമത്തെ അവതാരം ഉടൻ തന്നെ ഭൂലോകത്ത് സംഭവിക്കുന്നതാണ്. അതിലൂടെ ഇതിന് ശാശ്വതമായ പരിഹാരം നാം കൈവരുത്തുന്നതാണ്. സമാധാനമായി പോകൂ. സദൃശം മേഘവർണ്ണോ ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. താപസ ദമ്പതികളായ കാശ്യപ, അതിഥി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ചിരകാല പ്രാർത്ഥന സഫലമാക്കും. ഈ പർണാശ്രമത്തിൽ നിങ്ങളുടെ പുത്രനായി നാം ജനിക്കുന്നതാണ്. ലോകനന്മയ്ക്കും ധർമ്മസംരക്ഷണത്തിനും വേണ്ടി ഒരു മുനികുമാരനായി നിങ്ങൾ നമ്മെ വളർത്തണം. നിങ്ങൾ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഭരദ്വജമുനിയുടെ ആശ്രമത്തിലേക്ക് പോവുക. അവിടെ ആ മഹാമുനിയുടെ ഗുരുകുലത്തിൽ കുഞ്ഞിനെ വേദാഭ്യാസം നൽകുക.
നിങ്ങളുടെയും കുഞ്ഞിന്റെയും സംരക്ഷണത്തിന് ഞാനുണ്ടായിരിക്കും. നമോവാകം. കാശ്യപ മഹർഷി വന്നാലും വന്നാലും കുടുംബസമേതമുള്ള അങ്ങയുടെ ഈ സന്ദർശനം നമ്മെ ധന്യനാക്കിയിരിക്കുന്നു. ഒരു പ്രത്യേക അപേക്ഷയുമായാണ് ഞങ്ങൾ അങ്ങയുടെ തപോവനത്തിലെത്തിയിരിക്കുന്നു. കാശ്യപ മഹർഷി അപേക്ഷിക്കൂ. എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാൽ അങ്ങ് തന്നെ ഈ കുഞ്ഞിന് നാമകരണം ചെയ്യുകയും അങ്ങയുടെ ശിക്ഷണത്തിന് കീഴിൽ ഈ ഗുരുകുലത്തിൽ തന്നെ വിദ്യ അഭ്യസിപ്പിക്കുകയും വേണമെന്നാണ് നമ്മുടെ അപേക്ഷ. മഹർഷി, നമുക്ക് ഈ കുഞ്ഞിനെ വാമനൻ എന്ന് പേരിട്ടാലോ? വളരെ നല്ല പേര്. ഉചിതമായ പേര്. ഓ, വാമനൻ, വാമനൻ, വാമനൻ. മഹർഷി, ഇത് ദേവാംശമുള്ള ഒരു കുഞ്ഞാണ്. അങ്ങയുടെ അഭീഷ്ടപ്രകാരം നാം ഈ കുഞ്ഞിനെ വേദശാസ്ത്ര വിദ്യകളെല്ലാം അഭ്യസിപ്പിക്കുന്നതാണ്. സൂര്യനിവന് സാവത്രി മന്ത്രവും ബൃഹസ്പതി ബ്രഹ്മസൂത്രവും ഉപദേശിക്കുമെന്നും ഭൂമിദേവി മാൻതോലും ചന്ദ്രൻ യോഗദണ്ഡും ബ്രഹ്മാവ് കമണ്ഡലവും കുബേരൻ തിരുവോടും നൽകുമെന്നാണ് കാണുന്നത്. ഞങ്ങൾ ധന്യരെ. സുദർശനയാഗം തുടരുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു.
1 2 3 4 5 6 7 8 9 10 11 12 13 കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ. ഹരിഃ ഓം. ഹരിഃ ഓം. ശുക്ലാംബരധരം വിഷ്ണും ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ സർവവിഘ്നോപശാന്തയേ സർവവിഘ്നോപശാന്തയേ. യസ്യ ദ്വിരദവക്ത്രാദ്യാം യസ്യ ദ്വിരദവക്ത്രാദ്യാം പാരിഷദ്യാഃ പരശതം പാരിഷദ്യാഃ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ വിശ്വക്സേനം തമാശ്രയേ. വ്യാസം വസിഷ്ഠനപ്താരം വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം ശുകതാതം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസായ വിഷ്ണുരൂപായ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപായ വിഷ്ണവേ. നമോ വൈ ബ്രഹ്മനിധയേ നമോ വൈ ബ്രഹ്മനിധയേ നമോ വൈ ബ്രഹ്മനിധയേ. വാസിഷ്ഠായ നമോ നമഃ വാസിഷ്ഠായ നമോ നമഃ.
स्वः ॐ तत्सवितुर्वरेण्यम् भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। स्वः ॐ तत्सवितुर्वरेण्यम् भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। വത്സ, നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. ഇനി നിനക്ക് നിന്റെ മാതാപിതാക്കന്മാരുടെ സമീപത്തേക്ക് മടങ്ങിപ്പോകാം. മഹാഗുരു, അടിയൻ പാവപ്പെട്ട ഒരു മുനികുമാരനാണെങ്കിലും അങ്ങേക്ക് ഗുരുദക്ഷിണയായി അടിയൻ എന്താണ് നൽകേണ്ടത് കൽപ്പിച്ചാലും. വാമന, ഈ ഗുരുകുലത്തിലും ആശ്രമത്തിലും നീ ചെയ്ത നിസ്തുലമായ സേവനങ്ങളും കർമ്മങ്ങളും തന്നെ നമുക്ക് വേണ്ടുപോകും ഗുരുദക്ഷിണ നൽകിക്കഴിഞ്ഞു. അടിയന്റെ അപേക്ഷ നിരാകരിക്കരുതേ. എന്നാൽ നമുക്ക് സ്വസ്ഥമായിരുന്ന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് വേണം. ദാനശീലനായ മഹാബലി ചക്രവർത്തി ഉള്ളപ്പോൾ അതിന് വിഷമമുണ്ടാകില്ല. ഞാൻ 3 അടി നിലം ദാനമായി വാങ്ങി അങ്ങയ്ക്ക് ഗുരുദക്ഷിണയായി നൽകുന്നതാണ്. മംഗളാനുഭവം. ദാനപ്രഭു, ഞാൻ കാശ്യപനന്ദനായ വാമനനാണ്. മുനികുമാര, ഇന്ന് ഈ മഹായാഗം അവസാനിക്കുന്ന ദിവസമാണ്. ദക്ഷിണയും ദാനങ്ങളും നൽകേണ്ട ഈ നല്ല ദിവസം കുമാരനു വേണ്ടി നാം എന്താണ് നൽകേണ്ടത്? മഹാനായ ചക്രവർത്തി, എന്റെ അച്ഛൻ നിർധനനായ ഒരു മഹർഷിയാണ്. എന്റെ ഗുരുവിന് ദക്ഷിണ കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിവില്ല. അങ്ങ് 3 ചുവട് ഭൂമി ദാനമായി തന്നാൽ ഞാൻ ധന്യനാണ്. കാശ്യപകുമാര, ഈ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും സമ്പുഷ്ടമായ ഭൃംഗാരകത്ത് നിന്ന് പോലും ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തുകൊള്ളൂ. തീർത്ഥം പകർന്നാലും. അരുത് മഹാബലി, ഈ മഹായാഗം അവസാനിക്കുന്നതിന് മുൻപ് അങ്ങ് ഒരു ദാനകർമ്മവും ചെയ്യരുത്. മഹർഷേ, ഗുരുദക്ഷിണ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു മുനികുമാരന് ദാനമായി 3 ചുവട് ഭൂമി നൽകുന്നതിന് മുഹൂർത്തം നോക്കേണ്ടതുണ്ടോ? ഉണ്ട്. 12 വർഷം ദീർഘിച്ച ഒരു മഹായാഗത്തിന്റെ പരിസമാപ്തി വരെ എല്ലാ കർമാനുഷ്ഠാനങ്ങളും അണുവിട പോലും തെറ്റാതെ നടത്തി. ഈ അവസാന നിമിഷത്തിൽ യാഗം നിർത്തിയിട്ട് അങ്ങ് ദാനത്തിന് തുനിയരുത്. മഹർഷേ, മഹായാഗങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് ദാനകർമ്മങ്ങളെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? നാം വാക്കുകൊടുത്തു പോയി. യാഗം പൂർത്തീകരിച്ചിട്ട് ആ വാക്ക് പാലിക്കും. സാധ്യമല്ല. അസുരവർഗത്തിന്റെ നന്മയ്ക്കും മഹത്വത്തിനും വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന കുലഗുരുവായ ഈ ശുക്രാചാര്യനാണ് പറയുന്നത്. സാധ്യമല്ല. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നമ്മുടെ തീരുമാനത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാൻ സാധ്യമല്ല. പ്രഭു,
നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം ദാനം ഉടനെ വേണ്ടെന്ന് മഹർഷി പറഞ്ഞിട്ടുള്ളത്. കുമാര, ദാനത്തേക്കാൾ വലിയ ധർമ്മമില്ല. ഏതു സാഹചര്യത്തിലായാലും അത് തടസ്സപ്പെടുത്തിക്കൂടാ. സ്വന്തം ശരീരം പോലും അന്യർക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ഈ രാജവംശത്തിനുള്ളത്. കാശ്യപനന്ദന, തീർത്ഥം പകർന്നാലും മഹർഷി, ഇത് കർമ്മഫലമാണ്. അസുരവംശത്തിനു വേണ്ടി മഹൽ ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള അങ്ങയുടെ നാമം ലോകമുള്ള കാലം വരെ വിസ്മരിക്കപ്പെടുകയില്ല. നവഗ്രഹങ്ങളിൽ സമുന്നതമായ ഒരു സ്ഥാനം അലങ്കരിച്ച് മനുഷ്യരാശിക്ക് നന്മ ചെയ്തുകൊണ്ട് അങ്ങ് എന്നെന്നും നഭോമണ്ഡലത്തിൽ വിരാജിക്കും. തീർത്ഥം പകർന്നാലും മുനികുമാര, ആവശ്യപ്പെട്ട ഭൂമി അളന്നെടുത്താലും ദാനപ്രഭു, മൂന്നാമത്തെ ചൂട് ഞാൻ എവിടെ നിന്നാണ് അളക്കേണ്ടത്? അടിയന്റെ ജീവിതം സഫലമായി. ആ തൃപ്പാദം കൊണ്ടുള്ള മൂന്നാമത്തെ ചുവട് അടിയന്റെ ശിരസിലാവട്ടെ. ആ പാദധൂളി അടിയന് മുക്തി നൽകട്ടെ. പ്രഭോ, നീ നിന്റെ പിതാവിന് വേണ്ടി ആഗ്രഹിച്ചതിൽ ഉപരിയായുള്ള ഒരു പദവി മഹാബലിയുടെ ആഗ്രഹപ്രകാരം നാം നൽകുകയാണ്. പാദത്താൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇരു കൈകളാലും സ്വർഗോപരി ഉയർത്തുകയാണ് നാം ചെയ്യുന്നത്. രാജ്യഭാരം കൈയേറ്റ് ക്ഷോണിതപുരം തലസ്ഥാനമാക്കി നീ ഭരണം നടത്തുക. കാലാന്തരത്തിൽ നീ നമ്മുടെ ഉറ്റ ബന്ധുവായി തീരും. പ്രഭോ, പ്രജകളുടെ സന്തോഷവും സംതൃപ്തിയും കണ്ട് ആനന്ദിച്ചിരുന്നവനാണ് അടിയൻ. ആ എനിക്ക് തിരുവോണ നാളിൽ സന്തുഷ്ടരായ എന്റെ പ്രജകളെ വന്നു കാണുവാൻ അടിയന് അനുമതി തരണം. നിന്റെ അഭിഷ്ടം പോലെ നടക്കട്ടെ. തിരുവോണ നാളിൽ നിന്നെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണാനായി നാം നേരിട്ട് തന്നെ നിന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഭഗവാനെ, അവിടുത്തെ പാദസ്പർശം കൊണ്ട് അടിയനെ അനുഗ്രഹിച്ചാലും. മാനുഷയെല്ലാം പോലെ അവ
മഹാബലി, യുഗങ്ങൾ കഴിഞ്ഞിട്ടും നീ നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങളതാ ഓണം ആഘോഷിക്കുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഓരോ ഭക്തജനങ്ങളും. ഇത്രയും മനോഹരമായി വാമന അവതാരത്തിന്റെ കഥ നമ്മളിലേക്ക് എത്തിച്ച് ഈ കലാകാരന്മാർക്ക് ആദ്യം തന്നെ ഒരു വലിയ കയ്യടി കൊടുക്കാം. സത്യത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടത് കലയോടുള്ള സ്നേഹം കൊണ്ട് ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇവരിൽ ആരും തന്നെ പ്രൊഫഷണൽസ് അല്ല. വിവിധ ഉദ്യോഗ പദവികൾ അലങ്കരിക്കുന്ന ഇവർ കലയോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരുമിച്ചത്. അതുതന്നെയാണ് ഈ കൂട്ടായ്മയെ വേറിട്ടു നിർത്തുന്നതും. ഇതിലെ മറ്റൊരു മനോഹരമായ കാര്യം, ഈ വേദിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 85 വയസ്സുള്ളവർ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രായത്തിന്റെ അതിരുകളില്ലാതെ ഒരേ ആവേശത്തോടെ ഒരേ സ്നേഹത്തോടെ എത്തിയ ഒരു കൂട്ടായ്മ. ഈ കലാകാരന്മാരുടെ അഭിനയത്തിന് മാറ്റുകൂട്ടിയതിൽ ശബ്ദവും
പിന്നിൽ മിന്നിമറഞ്ഞ ദൃശ്യങ്ങളും വലിയൊരു പങ്കു തന്നെ വഹിച്ചിട്ടുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. AI എന്ന സാങ്കേതിക വിദ്യയെ കലാകാരന്മാരുടെ പകരക്കാരനാക്കാതെ അവരുടെ ആശയങ്ങൾക്കും സൃഷ്ടിപരമായ ശ്രമങ്ങൾക്കും ഒപ്പം നിന്ന് ഒരു സാങ്കേതിക കൂട്ടുകാരനാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യാവിഷ്കാരത്തിലൂടെ ഇവർ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഈ കലാകാരന്മാരെ കഥാപാത്രങ്ങളാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച് മേക്കപ്പ് കൈകാര്യം ചെയ്ത ഹരിമാഷ് ആൻഡ് ടീം പറവൂരിനും വസ്ത്രാലങ്കാരത്തിന് സഹായിച്ച് തൃക്കാക്കര സർഗവീണ കോസ്റ്റ്യൂംസിനും ജഡ്ജിമുക്ക് മൈ കോസ്റ്റ്യൂം സ്റ്റുഡിയോയ്ക്കും എറണാകുളം ചമയം സ്റ്റോറിനും സഹകരണത്തിനും പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിയിലുടനീളം കർട്ടൻ നിയന്ത്രിക്കാൻ ഞങ്ങളെ സഹായിച്ച രാജൻ ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ പിന്നണിയിലും വേദിയിലും പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായ ശ്രീമതി പാർവതി അമ്പലപ്പുഴയെയും ശ്രീമതി ബിനിലെയും ശ്രീമതി ലതാ വർമ്മയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തൃക്കാക്കരയിൽ തിരികെ വരുന്നു തിരുവോണപ്പൂക്കാലം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഓണാശംസകൾ. ഇന്ന് നിങ്ങൾ ഈ കണ്ട ദൃശ്യാവിഷ്കാരം ഏകദേശം മെയ് പകുതിയോടുകൂടി നമ്മൾ തുടങ്ങിയതാണ്. അതിൽ നമ്മളോടൊപ്പം നിന്ന എല്ലാ ആളുകളും, ഒരാൾ തന്നെയല്ലേ, 3 പേര് തന്നെയല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, 10-70ഓളം കലാകാരന്മാർ, ഇവരെല്ലാവർക്കും വലിയൊരു നന്ദി. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ സംവിധായക എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പാർവതി അമ്പലപ്പുഴയ്ക്ക് ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപകാരം സമർപ്പിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാൻ നമുക്ക്. കാരണം പാർവതി പറഞ്ഞ പോലെ AI എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാവിധ ശബ്ദങ്ങളും, അറിയാമല്ലോ ഞങ്ങളെല്ലാവരും ലേഡീസാണ്, പക്ഷേ ജെൻസിൻ്റെ ശബ്ദമാക്കി മാറ്റി വളരെയധികം അധ്വാനിച്ച്, പക്ഷേ അതെല്ലാം ഭഗവാന്റെ കാണിക്കയായി ഞങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിനായി പാർവതി അമ്പലപ്പുഴയ്ക്ക് മൈക്ക് കൈമാറുകയാണ്. ഈയൊരു ഉപഹാരം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുപോലെ തന്നെയാണ് ഈയൊരു ദൃശ്യാവിഷ്കാരം. നാടകം എന്ന് ഞങ്ങൾ വിളിച്ചാൽ ഒരുപക്ഷെ അത് അഹങ്കാരമായി മാറും. കാരണം ഞങ്ങളിൽ പലരും, വിരലിലെണ്ണാവുന്നൊരു പക്ഷേ സ്കൂൾ തലത്തിൽ വേദിയിൽ കയറിയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളിൽ പലരും നാടകം കണ്ടു രസിക്കുന്നതല്ലാതെ നാടകത്തിൽ അഭിനയിക്കാനോ ശബ്ദം കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇതുപോലെ തന്നെ ഇതൊരു എൻ്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും 3 പേരും കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇതിനെ ഈ ഒരു നിങ്ങൾ കണ്ട ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അതിലെൻ്റെ ഒരു ഭൂരിഭാഗമുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് ഇതിലെ AI, ഞങ്ങൾ യൂട്യൂബ്, അതുപോലെ തന്നെ ജെമിനി, ChatGPT ഇപ്പോൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ്. അതിലുപരി ഇതിന് നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിലെ പല ഇമേജസും അങ്ങനെ ചെയ്തതാണ്. പിന്നെ 11 ലാബ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ഉപയോഗിച്ചാണ് ഞങ്ങൾ ശബ്ദം, അത് ശരിക്കും പറഞ്ഞാൽ ആ വർക്ക് മുഴുവൻ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതി കാണിച്ചതുപോലെ ഞങ്ങളുടെ ടീമിലെ ഫാമിലി മെമ്പേഴ്സ് ഇതിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. നമ്മുടെ വിന്ധ്യാവലിയുടെ ഹസ്ബൻഡ് സുനിൽ കുമാർ, പിന്നെ അവരുടെ ഒരു സുഹൃത്ത്, അങ്ങനെ 4 പേര് ഞങ്ങളുടെ കൂടെയുള്ള നമ്മുടെ ബിനിലയുടെ
ബ്രദർ ബിജോയ്, പിന്നെ ഞാൻ 2 ശബ്ദം നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശബ്ദം ബാക്കി എല്ലാ ശബ്ദങ്ങളും തന്നെ ഘനഗംഭീരമായ ശബ്ദവും ലൈറ്റ് ശബ്ദവും എല്ലാം തന്നെ 11 ലാബ്സ് ഉപയോഗിച്ച് ചെയ്തതാണ്. അത് അതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ അത് എനിക്ക് അർഹതപ്പെട്ടതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇതെൻ്റെ ഒരു ഇപ്പം സംവിധാനം എന്നൊക്കെ ഇവർ വിളിക്കുന്നു, ഞാനത് സമ്മതിച്ചില്ലെങ്കിൽ പോലും സംവിധായിക എന്ന് നിങ്ങളെല്ലാവരും പറയുന്നു, ഇവർ പറയുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ആദ്യത്തെ ഒരു ഉപഹാരമാണ് ഇത്. അതിൽ ഞാൻ എൻ്റെ ടീമംഗങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ വാമനമൂർത്തി ഭഗവാനും ശിവഭഗവാനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ അഭിനയിച്ച, സ്കൂൾ തലത്തിൽ അല്ലാതെ അഭിനയിച്ച അതിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് പണ്ട് കിട്ടിയിരുന്നു മുതിർന്നതിന് ശേഷം. അപ്പോൾ അത് ആദ്യമായിട്ടൊരു നാടകത്തിൽ അഭിനയിച്ചു. അതിൽ ഫസ്റ്റ് ബെസ്റ്റ് ഹീറോയിൻ എന്നുള്ള അല്ലെങ്കിൽ നല്ല അഭിനേത്രി എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നാടകത്തിൻ്റെ കെയർ ഓഫിൽ എനിക്ക് കിട്ടുന്ന, പിന്നെ ഞാൻ നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടുമില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ചെയ്തിട്ടില്ല. കുട്ടികളെ കൊണ്ട് സ്കിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം. ഞങ്ങളിൽ ഓരോരുത്തരും, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ പ്രായമായ അച്ഛന്മാർ വരെയും അല്ലെങ്കിൽ അമ്മാവന്മാർ വരെ അല്ലെങ്കിൽ ചേട്ടന്മാർ വരെയും ഇതിനകത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഞങ്ങൾ ഇതിനെ ഈ ഒരു പരുവത്തിലാക്കിയത്. ഒരുപാട് ന്യൂനതകൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ നേട്ടമാണ്. സാക്ഷാൽ വാമന ഭഗവാന്റെ മുന്നിൽ ഈ തൃക്കൊടിയേറ്റ് ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ വാമന അവതാരം എന്ന ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ എല്ലാവരും ഒന്നൊഴിയാതെ എല്ലാവരും തന്നെ ഭഗവാനോടും നല്ലവരായ നാട്ടുകാരോടും ഉപദേശക സമിതിയോടും ഉത്സവാഘോഷ കമ്മിറ്റിയോടും കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് സാങ്കേതിക സഹായം ചെയ്തു തന്ന വിനീത, ശ്രീജിത്ത് മാഷ്, എല്ലാവർക്കും അവരെ അറിയാവുന്നതാണ്. അതുപോലെ ഞങ്ങൾക്ക് ഈ ദൃശ്യാവിഷ്കാരങ്ങളെല്ലാം ഇവിടെ സീൻസ് എല്ലാം ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു നാടകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സെറ്റ് ഇടേണ്ട കാര്യമുണ്ട്. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ AIയെ ആശ്രയിച്ചത് ഇമേജസ് ഉണ്ടാക്കിയത്. പക്ഷേ അതിവിടെ കാണിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ സഹായം കൂടിയേ മതിയായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾ നമ്മുടെ മനോജ് പ്രഭു സാറിനെ സമീപിച്ച് അതിന് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ രാധാകൃഷ്ണൻ ചേട്ടനാണ്. എന്തായാലും ഞങ്ങൾ ചെന്ന് അപേക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു സൗകര്യം ചെയ്തു തന്നു. പക്ഷേ ഉച്ചയ്ക്ക് അത് കണ്ടപ്പോൾ ഇങ്ങനൊരു ചെറിയ സ്ക്രീനിൽ ആയിപ്പോയി. പക്ഷേ എല്ലാവരും അത് സഹിച്ച് ക്ഷമിച്ച് ഇത്രയും സമയം അത് കണ്ടിരുന്നു. പിന്നെ ഞങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും നിങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കുവാനും ഇവിടെ ഞങ്ങളോടൊപ്പം നിന്ന പാർവതി അനൂപിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ ടീം മെമ്പേഴ്സിന് ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നില്ല, കാരണം ഞങ്ങളെല്ലാവരും ഒന്നാണ്. വാമനമൂർത്തി, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷം. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് 1-2 സീനുകളിൽ ചെറിയ പാളിച്ച വന്നു. അത് ചില കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും അതിനകത്ത് പ്രാപ്തരല്ലായിരുന്നത് കൊണ്ടാണ്. സദയം ക്ഷമിക്കുക. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ സ്ക്രിപ്റ്റ് രചിച്ച ആളെക്കുറിച്ച് പറഞ്ഞില്ല. അത് നമ്മുടെ ലത ചേച്ചിയാണ്, ലതാവർമ്മ ചേച്ചി. അതിനെക്കുറിച്ച്, അതിൽ സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ചേച്ചിക്ക് പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞുവല്ലോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ കഥ ഇതേ ഒരു രൂപത്തിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞൊരു കഥ ഇതേ രൂപത്തിലാക്കാൻ സാധിച്ചത് സത്യത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയോ ഇങ്ങനെ സാധിച്ചു, അത് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ഞങ്ങളെ ഈ ദൃശ്യാവിഷ്കാരം കണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതിൽ കൂടുതലായി ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിവിടെ ഇങ്ങനെ അവതരിപ്പിക്കാൻ സാധിച്ചത്. ഭഗവാനോടും അതുപോലെ വാമനമൂർത്തിയോടും അതുപോലെ തന്നെ ശിവഭഗവാനോടും പ്രാർത്ഥനയോട് തന്നെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ തരിക.
നന്ദി, നമസ്കാരം. നാട്ടരങ്ങിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരും വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാലാം വർഷത്തെ നാട്ടരങ്ങ് ഇവിടെ അരങ്ങേറിയത്. ഒരു അവതരണം എന്നതിനപ്പുറം ഇത് കൂട്ടായ്മയുടെ വിജയമാണ്, സൗഹൃദത്തിന്റെ വിജയമാണ്, കലയോടുള്ള സ്നേഹത്തിന്റെ വിജയമാണ്. അടുത്ത വർഷം ഇതിലും മികച്ച രീതിയിൽ നാട്ടരങ്ങ് വേദിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനവും ശ്രീ വാമനമൂർത്തിയുടെയും ശ്രീ മഹാദേവന്റെയും അനുഗ്രഹങ്ങളും പ്രചോദനവും കരുത്തേകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകളും വർണ്ണശബളമായ ഒരു ഉത്സവകാലവും നേരുന്നു. നന്ദി, നമസ്കാരം. 550 ST. It has better strength and flexibility. Be it a storm or an earthquake, the safety of the house is the smart. Choose wisely. ഇനി ചിതലുകളെ പറ്റിയുള്ള ചിന്ത ഒട്ടും വേണ്ട. ശക്തിയേറിയ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഡോർസും വിൻഡോസും സ്വന്തമാക്കൂ. ടാറ്റ പ്രവേശ് ഡോർസ് ആൻഡ് വിൻഡോസ്. ഇത് ഈ സുവർണ നിമിഷങ്ങൾ രാജ്യത്തെ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ മലനാട് TV ഇന്ത്യ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ലോകമെങ്ങും ടിവിയിൽ ഗ്ലോബൽ ഓൺ TV പ്ലാറ്റ്ഫോമിലും രാജ്യമെങ്ങും ജിയോ ടിവിയിലും കേരളമെങ്ങും ഭൂമിക, കേരള കേബിൾ ഫെഡറേഷൻ, എക്സ്ട്രാ ഡിജിറ്റൽ വേൾഡ് വിഷൻ കേബിൾ ശൃംഖലകളിൽ ടിവിയിൽ വീക്ഷിക്കാവുന്നതാണ്. ലോകമെങ്ങും യൂട്യൂബിൽ മലനാടൻ TV ഇന്ത്യ, MNTV ഇന്ത്യ എന്നീ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തും വീക്ഷിക്കാവുന്നതാണ്. ഇനി ഞങ്ങളും മഴ